റമളാൻ മാസത്തിൽ ധാരാളം നോമ്പ് തുറകളുണ്ടാകും. മറ്റുള്ള ആളുകൾ നമ്മളെ നോമ്പ് തുറപ്പിക്കും. അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോയാൽ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമുക്ക് ഭക്ഷണം നൽകുന്ന ഏതൊരാൾക്ക് വേണ്ടിയും പൊതുവായുള്ള പ്രാർത്ഥനയുമുണ്ട്. ഇത് രണ്ടും നമ്മൾ മറന്നു പോവാൻ പാടില്ല. പലരും മറന്നു പോകുന്ന ഒരു സുന്നത്താണിത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലും മറ്റു ചില ആളുകളും നോമ്പ് തുറക്കുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്തറ ഇൻദകുമു സായിമുൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു. വസല്ലത്ത് അലൈക്കുമുൽ മലായിക, അതുകൊണ്ട് തന്നെ മലക്കുകൾ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മലക്കുകളുടെ സ്വലാത്ത്, പ്രാർത്ഥന, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കുന്നു. അത് നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആശംസ കൂടിയാണത്. വ അക്കല ത്വആമക്കുമുൽ അബ്റാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്.